അപ്പോൾ അതേ നമ്മൾ മീനൊക്കെ നന്നായിട്ട് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെച്ചെടുക്കാം കേട്ടോ. അപ്പം കറിയിലേക്കുള്ള കൂട്ടുകളൊക്കെ നമുക്ക് റെഡിയാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വാളംപുളിയല്ല ഉപയോഗിക്കുന്നത്, കൊടംപുളിയാണ്. ഇതിലേക്ക് നമ്മൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. തക്കാളി മുറിച്ചിടാം. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതലായ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പം കുറച്ച് വെള്ളം വേഗം വറ്റും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. വേവിച്ച് ഒരുപാട് അങ്ങ് വറ്റിക്കേണ്ട, എന്നാലും ഒന്ന് ഒരു പാകത്തിനാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ അത് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് വേവുള്ള മീനാണ്, അതുകൊണ്ട് കിടന്ന് നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ. അപ്പോൾ അതേ കറി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് നല്ല ടേസ്റ്റ്. ഇതുമല്ല, ഇങ്ങനത്തെ മീനിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വേറെയാണ്. സാധാരണ മീനിനെ അപേക്ഷിച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ അതേ കറി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു ഇട്ടൊന്ന് വറവിടണം. ഇനി ഇതാ നമ്മൾ മസാല തേച്ച് വെച്ച മീനാണ് കേട്ടോ. കുറച്ച് നേരമായി മസാല തേച്ച് വെച്ചിട്ട് അയിലയാണ്, അതൊന്ന് പൊരിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. താങ്ക് യു.